ഓം നമ ശിവായ. നമ്മൾ സ്ലിപ്പായിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനീ പറയുന്ന ഐസ് കെട്ടല്ല, താങ്കൾ ഇപ്പൊ ഐസ് കെട്ടാണെന്ന് പറഞ്ഞു, എനിക്കതിൽ താല്പര്യമില്ല. യെസ്, അവിടെ ഞാൻ എത്തി. തപസ്. ഐസ് കെട്ട എന്ന താൽക്കാലിക രൂപം താങ്കൾക്ക് തന്നത് താങ്കളുടെ താപമാണ്. ഐസ് കെട്ട 0 ഡിഗ്രി സെന്റിഗ്രേഡ്. നമ്മൾ കണാദൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് നമ്മുടെ കാര്യകാരണ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം നടക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകണം. പക്ഷെ ഐൻസ്റ്റൈൻ തന്നെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാര്യകാരണ വിപരീതം കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്താണ് റെട്രോ കാഷ്വാലിറ്റി എന്ന സാധനം കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നതാണ് മോഡേൺ സയൻസിന് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് അതിനെ വീണ്ടും ഇപ്പൊ പുനർവായനകൾക്ക് അവർ വിധേയമാക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് പോലെ അങ്ങ് ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. അപ്പൊ അതിനൊരു കാരണം വേണം. ഞാനിവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാര്യമാണ്, അതിനൊരു കാരണം വേണം. അത് ഒരു സാമാന്യ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. ആ കാരണം എന്താണെന്നുള്ളതാണ്. ആ കാരണം മനസ്സിലാക്കണമെങ്കിൽ താങ്കളിലുള്ള താപത്തെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് താങ്കൾ തന്നെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് എത്ര ഇനി എന്നോട് ചോദിച്ചാലും ഇത് സത്യമായത് അപ്പുറത്തേക്ക് ഞാൻ പോവില്ല. എന്റെ ഇന്നലകൾ ഞാൻ അറിയുന്നത് എന്റെ 37.3 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന താപം ഞാൻ മാറ്റുന്ന പ്രക്രിയയാണ് തപസ്. കണാദനായാലും ഗോവിന്ദനായാലും ശങ്കരാചാര്യനായാലും പിന്നെ വാഗ്ഭടനായാലും ആരായാലും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അതുകൊണ്ട് ഇത് ഈ രോഗികളോട് പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കനുസരിച്ചിട്ടാണ് ഗുരുക്കന്മാർ ഓരോ അവസരങ്ങളിൽ പറയുന്നത്. ഈ പരിമിതി ഉള്ളവര് തീർച്ചയായിട്ടും അവിടെ എത്തും. എത്തുമ്പോ ഇത് അവന് ബാധകമല്ല. 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ ഒരു വരയിട്ട വഴി തന്നു, അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ വര ഇട്ടു. നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളവിടെ എത്തും. സംശയം തോന്നിക്കും എത്തിയേ പറ്റുള്ളൂ. അതാണ് സത്യം. അത് ബോധപൂർവം എത്തണമെങ്കിൽ തപസ് ചെയ്യണം. ഈ 37.3 ഡിഗ്രി സെന്റിഗ്രേഡിനെ ബോധപൂർവം മാറ്റിയാൽ യു വിൽ കം ടു നോ. ഇപ്പൊ ഈ അളവിലാണ് ഞാൻ ഐസ് കെട്ട, അപ്പുറത്തായപ്പോ ചൂടായപ്പോ ഞാൻ വെള്ളമായി, അതൊന്നും ആയപ്പോ ഞാൻ നീരാവിയായി, അതൊന്നും കൂടിയപ്പോ ഞാൻ അദൃശ്യനായി. അപ്പൊ ഈ ഡയമെൻഷൻസ്, ഭൂമികകളിലുള്ള ഈ മാറ്റം മനസ്സിലാകുമ്പോഴേ ഇപ്പോഴത്തെ കാര്യം ഇന്നലത്തെ കാരണമായിരുന്നു. അവിടെ ചെല്ലുമ്പോഴോ മറ്റൊരു കാരണമാണ്, അത് കാര്യമായി മാറും. ഇങ്ങനെ കാര്യകാരണ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് എക്സിസ്റ്റൻസ് ബേസ്ഡ് ഓൺ അഗ്നി. ഇതാണ് നചികേതസിനോട് യമധർമ്മൻ പറഞ്ഞത്, അഗ്നി ഉപാസന. ആ കഠോപനിഷത്ത് എന്ന ആ ഉപനിഷത്തിന്റെ ഏക മൂലം ഈ ശ്ലോകമാണ്. അഗ്നി ഉപാസന പഠിക്കുക, അത് ശരീരത്തിന്റെ താപം. ഇത് മോഡേൺ സയൻസ് അല്ലേ? അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, നാചികേതവും മരണം മാനുപ്രാക്ഷി എന്ന് കൂടെ പറഞ്ഞല്ലോ. അപ്പൊ മനുഷ്യന്റെ തലത്തിൽ നിന്നല്ല, കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ നിന്നാണെന്ന് അപ്പൊ കാലൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലേ? അതെ, ആ കുട്ടിയോട് പറഞ്ഞതല്ല, വായിക്കുന്ന നമ്മളെപ്പോലെയുള്ള മണ്ടന്മാരത്ത് പറഞ്ഞതാ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് എഴുതി ഗുരുവിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ ചിന്തിക്കുന്ന ഓരോ തലത്തിൽ ഗുരു ഇറങ്ങി നിന്നിട്ടാണ് ഓരോന്ന് എഴുതി വെച്ചത്. എന്നിട്ട് പറഞ്ഞ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് കൃഷ്ണൻ പറഞ്ഞത് അത് തന്നെയാണ്. ഗുഹ്യാത് ഗുഹ്യം, ഇതിലേ ജ്ഞാനമാക്കിയാലും ഗുഹ്യാത് ഗുഹിതം. രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു തന്നു, എന്നാലും നിനക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം മനസ്സിലായ പിന്നെ ആളില്ലല്ലോ, അതല്ലേ സത്യം. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളില്ല, പിന്നെ ചോദ്യമില്ല. അയാള് കൃഷ്ണനായി. അതെ 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 അതെ. അപ്പൊ പിന്നെ അവിടെ രണ്ടില്ല. അവിടെയാണ് ആ ദ്വൈതം. അതുകൊണ്ടാണ് ഈ അദ്വൈതത്തെ കുറിച്ചും തർക്കമുണ്ട്. ശങ്കരാചാര്യര് അദ്വൈതം പറഞ്ഞു, രാമാനുജാചാര്യം എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞത് ശരിയല്ല, ഞാൻ വിശിഷ്ടാദ്വൈതം പറഞ്ഞു. എന്നിട്ട് കുറച്ച് മധ്വൻ പറഞ്ഞു ഇത് ഇവർ രണ്ടും ശരിയല്ല, ഞാൻ പിന്നെ ദ്വൈതം കൊണ്ടുവരുന്നു. അപ്പൊ ഈ ആചാര്യന്മാർക്ക് ഒരു ദൂരം മനസ്സിലായി. അതാണ് പിന്നെ എന്തിനാണ് നമ്മൾ തർക്കമല്ല, ഒരിക്കലും തർക്കമല്ല. നമ്മളത് പുതിയ കാര്യങ്ങൾ ഇതിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് നോക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമ്മുടെ നമ്മള് തമ്മിലുള്ള തർക്കമല്ല, നമ്മുടെ ഈ ആശയ സംഘടനകൾ, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഈ തർക്കങ്ങൾ എങ്ങും എത്തൂല. ഇതിനെയാണ് ഗുരുക്കന്മാർ പറഞ്ഞു, ഈ രീതിയിൽ നിങ്ങൾ ഭൗതികമായി മുന്നോട്ട് പോയാൽ അനവസ്ഥാ ദോഷം എന്നൊരു ദോഷം വരും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും എങ്ങും എത്തൂല. അതായത് ഞാൻ പറഞ്ഞു തെങ്ങാണ് ആദ്യം ഉണ്ടായത്, താങ്കൾ പറഞ്ഞു തേങ്ങയാണ് ആദ്യം. തെങ്ങ് തേങ്ങ, തെങ്ങ് തേങ്ങ, ഇതാണ് ഇങ്ങനെ പോയി എവിടെയെങ്കിലും നിൽക്കോ? അനവസ്ഥാ ദോഷം.
ഇതാണ് കാളിദാസന്റെ കഥയും പറഞ്ഞത്. അകത്താര് പുറത്താര്. അതിനൊരു കഥ പറയുന്ന ദേവി രാത്രി സർക്കിട്ടിന് പോയപ്പോഴത്തേക്ക് ഇയാളകത്ത് കയറി കഥ അടച്ച് എന്നൊരു കഥ പറഞ്ഞിരിക്കുന്നത് എന്താ? യഥാർത്ഥത്തില് അത് കാളിദാസൻ എന്ന വേടൻ, അവന് യാതൊരു അറിവുമില്ല, ആത്മീയമായിട്ട് ഒരു അറിവില്ലാതെ ഭൗതികാന്തത ബാധിച്ചിരുന്നപ്പോ അവനോടാണ് ചോദിച്ചത് അകത്താര് പുറത്താര് എന്ന് പഠിക്കാൻ. ഒടുവിൽ അകത്ത് ഞാൻ എന്ന് തിരിഞ്ഞപ്പോഴാണ് പുറത്ത് ഭൗതിക ദാസൻ എന്ന, പുറത്ത് കാളി, അകത്ത് ദാസൻ എന്ന ഒരു കാളിദാസൻ എന്ന ഒരവസ്ഥ. അപ്പൊ യഥാർത്ഥത്തില് കാളിദാസൻ നാം ഓരോരുത്തരും ഭഗവത്ഗീതയിലെ അർജുനൻ. നമ്മുടെ ഈ ഇതിഹാസങ്ങളുടെ ഇതിന്റെ എല്ലാം പ്രത്യേകതയാണ്. കാരണം വെച്ചാൽ പറഞ്ഞു വരുമ്പോൾ 3 തലങ്ങളിൽ അത് വായിക്കാം. ഏറ്റവും ഇപ്പം മഹാഭാരത യുദ്ധം തന്നെ നമ്മുടെ ഉള്ളിൽ നടന്നു എന്ന് പറയാം. പാണ്ഡവര് കൗരവരെല്ലാം നമ്മുടെ ഉള്ളിലാണ്. അതിനെ സാധൂകരിക്കാനോ അതിനെ കാലത്തെ അതിലംഘിച്ച് നിർത്താൻ വേണ്ടിയാണ് ഒരു ചരിത്ര കഥയോ സാമൂഹ്യ സംഭവമോ പശ്ചാത്തലമായി എടുത്തിട്ട് കഥാരൂപത്തിൽ അവതരിപ്പിച്ചത്. അപ്പൊ അതിനെ 3 തലങ്ങളിൽ വായിക്കുമ്പോഴേ നമുക്ക് ആ അവസാന തലത്തിൽ എത്തിയില്ലെങ്കിൽ ഇതിനിടയ്ക്ക് കെട്ടപ്പെട്ടു, അത് വരരുത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ കാതലായ ചോദ്യം നല്ല ചോദ്യങ്ങളാണ്, പക്ഷെ ഇതിന് ഉത്തരമില്ല. ഇതിന് ഉത്തരം വരണമെങ്കിൽ നാം ആറാം ഇന്ദ്രിയം ചോദിച്ചുകൊണ്ടും കാര്യമൊന്നുമില്ല. മനസ്സിനെ നിരോധിക്കണം. ചോദ്യങ്ങളെ എവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നു എന്നതിന്റെ മൂലം കണ്ടുപിടിക്കണം. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ ഫൗണ്ടന്റെ മുന്നിലാണ്. എണ്ണിയാലൊടുങ്ങാത്ത രീതിയിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെ നിന്ന് വരുന്നു, അതെവിടെ നിന്ന് വരുന്നു, ഫൗണ്ടൻ കാണുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഫൗണ്ടനിലേക്കുള്ള കൺട്രോൾ കണ്ടുപിടിച്ച് അത് അടച്ചു കഴിയുമ്പോൾ, നിരോധിച്ച് കഴിയുമ്പോൾ പിന്നെ എണ്ണിയാലൊടുങ്ങാത്ത സൂചികൾ കാണാം. അതുവഴിയാണ് ഈ ഫൗണ്ടൻ എന്ന ലോകം നിറഞ്ഞു നിന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാകുമ്പോഴേ എന്നാ പിന്നെ ഇതിൻ്റെ വെള്ളം ആരാ ചെയ്തത് എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഉറവിടം നമുക്ക് മനസ്സിലാകും. അതുവരെ ബുദ്ധിക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അതിനപ്പുറം നിൽക്കുന്നത് ബുദ്ധിക്ക് വഴങ്ങാത്ത അദ്വൈതാവസ്ഥയാണ്. അതൊരു അനുഭവമാണ്. ആ അനുഭവത്തിന്റെ മുന്നിൽ ഫൗണ്ടനും പിന്നെ റിപ്പയർ ചെയ്യുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്, ഊർജം, എനർജി. അതിനെയാണ് ബ്രഹ്മം എന്ന് വിളിച്ചത്. ആ ബ്രഹ്മത്തിന് ഏകഭാവമേ ഉള്ളൂ. അത് പലതായി വരുമ്പോഴാണ് അത് മുന്നൂലാകുന്നത്, അത് പിന്നിൽ നിൽക്കുമ്പോഴാണ് പിന്നൂലാകുന്നത്. ഇത് രണ്ടും അനുഭവിക്കുകയല്ലാതെ അത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഗുരുക്കന്മാർക്കും ഈ പ്രശ്നം ഉണ്ടായി. അവർ വേദങ്ങൾ എഴുതി, വാക്കാൽ വിവരിക്കാവുന്നതെല്ലാം എഴുതി. എന്റെ മനസ്സിലായി ഇത് ഒരിക്കലും പറ്റില്ലത്. അതുകൊണ്ട് വേദാന്തവും കൂടെ വേദ അന്തം. ഇതിനകത്ത് തന്നെ ഉപനിഷത്ത് എഴുതി വെച്ചു. ബാഹ്യ ആരാധനകളും അഭ്യാസങ്ങളും എല്ലാം വന്നു നിൽക്കേണ്ടത് ആന്തരികമായ മനനത്തിലേക്കും ആത്യന്തികമായ മൗനത്തിലേക്കുമാണ് എന്ന് വേദാന്തം സ്ഥാപിച്ചു. അപ്പോഴാണ് നമുക്ക് ഞാൻ ആര് എന്ന ചോദ്യത്തിന് അറിവ് സിദ്ധമാകുകയാണ്. അത് അറിയിക്കുകയല്ല, വാക്കാൽ വിവരിക്കാവുന്നതാണ് വേദം. എന്നാൽ വാക്കുകൾക്ക് അതീതമായി അനുഭവിക്കാവുന്നതാണ് സിദ്ധം, വേദാന്തം. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിന് മറുപടി ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. അത് ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങുന്നതല്ല, മനസ്സിന് മുന്നിൽ അത് മനസ്സിലാവില്ല. എന്നാൽ മനസ്സിനകത്തിലേക്ക് ഇറങ്ങിയാൽ അത് അനുഭവമാകും. ആ അനുഭവം അറിയുമ്പോൾ അത് അഗ്നി ഉപാസന. യമധർമ്മൻ പറഞ്ഞ നചികേതസിനോട് പറഞ്ഞത്, നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ബോധപൂർവം മാറ്റാൻ പഠിക്കൂ. അതായത് താപവ്യതിയാനം വരുത്താൻ പഠിക്കുക, തപസ് ചെയ്യുക. താപവ്യതിയാനം വരുത്താൻ ശ്രമിക്കുന്ന മാർഗത്തെയാണ് തപസ് എന്ന് പറയുന്നത്. ആ തപസ്സിലൂടെ നിങ്ങൾക്ക് അഗ്നിയെ മാറ്റാൻ പറ്റും ബോധപൂർവം. അപ്പൊ നിങ്ങളുടെ മനോമണ്ഡലങ്ങളെ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഓരോ ഭൂമികൾ പോകുമ്പോൾ ഞാൻ ഒരു തിരയായിരുന്നില്ലേ, കുഴപ്പമില്ല, ഈ തിരയും ഞാൻ തന്നെ, ആ തിരയും ഞാൻ തന്നെ. ഇങ്ങനെ തിരകളിലുള്ള വൈജാത്യം നഷ്ടപ്പെടുമ്പോൾ ഞാൻ കടലാണ് എന്ന് പറയും. അഹം ബ്രഹ്മാസ്മി. അപ്പൊ വേറൊരാളെങ്കിൽ ഞാനൊരു തിരയാണ്, നീ ഞതീനടാ. അതാണ് തത്വമസി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഇവൻ ഈ താപം ക്ലിയർ ആയില്ല. അപ്പൊ ഈ താപം മനസ്സിലാക്കുക, അതിന് കുഞ്ഞുങ്ങൾ നമ്മൾ ആദ്യം അത് അനുഭവിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് ആ വിദ്യ പറഞ്ഞു കൊടുക്കുക. ആത്മാർത്ഥമായിട്ട് ആര് സാധന ചെയ്യുന്നു, തപസ് ചെയ്യുന്നു, ഇത് തന്നെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. തപസ്സെന്ന് പറഞ്ഞാൽ കുറയും ഇട്ട് കോലും പിടിച്ച് കാട്ടിലോ പിന്നെ ഇതിലേക്ക് മേറ്റിലോ നടക്കുന്നതാണ് തപസ് എന്നാണ് ധരിപ്പിച്ചത്. തപസ് നിത്യ വ്യായാമം, ആഹാരത്തിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് തപസ്. അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും പണ്ട് വിളക്ക് കത്തിച്ച് അതിന്റെ മുന്നിലിരുന്ന് ത്രാടകക്രിയ. യോഗയിലെ കഠിനമായ സാധനമാണ് ത്രാടകം. അതാണ് ആ ദീപത്തിൽ നോക്കിയിരുന്ന് വന്നേ തരുത് നാരായണ ശിവനെ എന്ന് പറഞ്ഞ് പാടാൻ പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ ചെക്കൻ പാടത്തില്ല. പക്ഷെ ഇവൻ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട്
അവന്റെ ബോധം യുക്തി തെളിയുമ്പോൾ അവന്റെ ത്രാടകം അവനിൽ വലിയൊരു ശാസ്ത്ര സത്യമായി തെളിഞ്ഞു വരും. അത് മനസ്സിലാക്കിയിട്ടാണ് ഗുരുക്കന്മാർ ഈ ആചാരങ്ങൾ ഉണ്ടാക്കിയത്. നമുക്ക് വി മിസറബിളി ലോസ്റ്റ് ദ എസൻസ് ഓഫ് ദ ട്രഡീഷണൽ വിസ്ഡം. പാരമ്പര്യത്തിന്റെ ആ ഒരു സർഗാത്മകത, ആ ഒരു ഊർജം, അതിൻ്റെ സാധ്യതകൾ ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു തള്ളിച്ചയിൽ, അതിൻ്റെ ആ ഒരു കൊടുങ്കാറ്റിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഈ ആശയത്തെ അങ്ങനെ അമർത്താൻ ആർക്കും പറ്റില്ല. അത് പല രീതിയിൽ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഈ ആശയത്തെക്കുറിച്ചുള്ള അന്വേഷകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ സത്യത്തിലേക്കുള്ള വലിയൊരു വഴി വെട്ടിത്തുറക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ആയം ആത്മാ ബ്രഹ്മ, അത് കഴിഞ്ഞിട്ട് പ്രജ്ഞാനം ബ്രഹ്മ, അത് കഴിഞ്ഞിട്ട് അഹം ബ്രഹ്മാസ്മി, ഒടുവിൽ നമ്മൾ തത്വമസി. ഈ 4 കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ് എത്തിയത്. പല രീതിയിലാണ് സംസാരിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ അപ്പോൾ ഒരു അന്വേഷിയായിരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പല തിരകൾ പല സ്ഥലങ്ങളിൽ പലതായിട്ട് നിൽക്കുന്നെങ്കിലും ഒടുവിലാണ് ആ തിരഞ്ഞു തുടങ്ങുന്നത് താൻ ആരാണെന്നുള്ള. അപ്പോൾ തിര എപ്പോഴാണോ തിരഞ്ഞു തുടങ്ങുന്നത് അപ്പോഴാണ് ശരിക്കും അത് ജ്ഞാനത്തിലേക്കുള്ള വഴി. എന്തായാലും എവിടെ നിന്നായാലും തുടങ്ങിയെടുത്ത് എത്തിയിട്ട് വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ ജഗന്മാതാവിന്റെ കയ്യിലിരിക്കുന്ന ശംഖ് യഥാർത്ഥത്തിൽ ഓംകാരത്തിന്റെ നാദധ്വനികളിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളൊരു സൂചനയാണെന്നും കയ്യിലിരിക്കുന്ന ചക്രം എന്ന് പറയുന്നത് വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാക്രികമായ ഒരു സംഭവമാണെന്നും ഒക്കെയുള്ള സൂചനകളാണെന്ന് വായിച്ചു വരുമ്പോൾ ഈ നിമിഷങ്ങൾ വീണ്ടും ആവർത്തിക്കും. വീണ്ടും ചോദ്യം ചോദിക്കാനായിട്ട് നമുക്ക് ഈ ചോദ്യങ്ങളും വീണ്ടും പരിമിതമായ മനസ്സിൽ നിന്നാണ്. ആ അപരിമിതമായ അവസ്ഥയിലേക്ക് മനസ്സെത്തിയാൽ ഈ ചോദ്യങ്ങൾ തന്നെ അവിടെ ഇല്ലാതായിട്ടുണ്ടാവുമല്ലോ പലപ്പോഴും. എന്നിട്ട് വീണ്ടും അതുകൊണ്ടല്ലോ ചാക്രികം ഞാൻ പറഞ്ഞത്. അല്ല, അവിടെ മനസ്സിലാണ് അവിടെയും ഇന്നലെയും നാളെയും നിൽക്കുന്നത് ഈ മനസ്സിലാണ്. ഈ മനസ്സിനെ അതിലംഘിക്കാൻ പഠിക്കും. അതോടുകൂടി ഉത്തരങ്ങൾ കണ്ടെത്തുകയല്ല, ചോദ്യങ്ങൾ ഇല്ലാതാകും. അല്ല, എന്നാലും അതൊരു പരിധി വരെയല്ലേ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പരിധി മനസ്സിലാണ്. അല്ല, ആ അബ്സല്യൂട്ടിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? അവിടെ അബ്സല്യൂട്ടിൽ എത്തുന്നില്ല. ആളിന്റെ കാര്യം ഇപ്പോഴും നമ്മൾ അബ്സല്യൂട്ടിലാണ്. എന്നെ സംബന്ധിച്ച് ഇന്നലെ ഇല്ല, നാളെ ഇല്ല. ഈ മൊമെന്റ് മാത്രം. ഇനി അടുത്തൊരു മൊമെന്റും അന്നേരം എനിക്ക് ആ മൊമെന്റേ ഉള്ളൂ. മനസ്സിലായി? അപ്പോഴും എനിക്ക് ഇന്നലെ ഇല്ല, നാളെ ഇല്ല. ചോദിച്ചുകൂടാത്തൊരു ചോദ്യമാണെങ്കിലും അങ്ങയുടെ ഭൗതിക ദേഹം ഉപേക്ഷിച്ചതിന് ശേഷം ഉപേക്ഷിക്കട്ടെ. അല്ല, ഞാൻ ചോദിച്ചത് എനി പ്ലാൻസ്. അപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവും. നമ്മളെ മറ്റേ SBI കറങ്ങി ചോദിക്കുമ്പോൾ ആഫ്റ്റർ ലൈഫ് എനി പ്ലാൻസ് എന്ന് ചോദിക്കുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഞാനിത് തമാശയായിട്ട് പറയുന്നത്. ഞാൻ ഓരോ നിമിഷവും അല്ല പറഞ്ഞത് ശരിയാണ്. ഞാനത് 2-3 പ്ലെയിൻ ഞാൻ കാണുന്നുണ്ട്. എന്റെ മരണശേഷം എന്താണെന്ന് എനിക്കറിയാം. ഇപ്പൊ താങ്കളുടെ മുഖത്ത് നോക്കുമ്പോഴേ എനിക്ക് ഇത് 4 ലെയർ കാണാൻ പറ്റും. മനസ്സിലായി? എപ്പോഴെങ്കിലും നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ നേരെ ഉളംപറ കൊണ്ടുപോകും. പക്ഷെ നിയന്ത്രണ വിധേയമായി ഇരിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഞാൻ മിനിമം 4 ആളിനെ ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് ഈ ഭൗതിക ദേഹത്തിൽ തൊട്ടും തന്നെ ഒരു ചൈതന്യ ദേഹം നിൽപ്പുണ്ട്. മനസ്സിലായില്ലേ? അതിനപ്പുറത്ത് തന്നെ ഇതേ ആളിന്റെ തന്നെ ഒരു മനോലോകം നിൽപ്പുണ്ട്. അതുപോലെ ഒരു വിജ്ഞാനവും ഒരു ആനന്ദവും ഇങ്ങനെ ലെയറായിട്ട് നിൽക്കുന്നുണ്ട്. അത് കോൺഷ്യസ് ആയിട്ട് നമുക്ക് അതിലേക്ക് മാറുമ്പോൾ, ഇനി പ്രകാശലോകത്തേക്ക് നാം കയറുമ്പോൾ ഇതുപോലൊരു ലോകം ഇവിടെ തന്നെ നിൽപ്പുണ്ട്. നമുക്ക് അവരുമായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഈ ലോകങ്ങളുടെ വ്യതിയാനം ബോധപൂർവം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് നാം സഞ്ചരിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മയാനം, മഹായാനം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. തന്നെ ഇപ്പൊ ഈ പറഞ്ഞ തലങ്ങളിൽ നിന്നാലും ഇവിടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കുറച്ചു നേരം ഇവിടെ നിന്നേ പറ്റുള്ളൂ. അതെ, ചോദ്യം ചോദിക്കാൻ ഒരാൾ വന്ന് നിന്നേ പറ്റുള്ളൂ. കാരണം ഈ നിമിഷം സംഭവിക്കേണ്ടതാണ്. ഇതാണ് ഇവിടുത്തെ സത്യം. ഇതേപോലെ വേറൊരാൾ വന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാളുമായിട്ട് ഞാൻ സംവദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതിനോടും ആസക്തിയില്ല, അതിനോടും ആസക്തിയില്ല, വിരക്തിയില്ല, ആസക്തിയില്ല. അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് എല്ലാവരോടും ഗുരുക്കന്മാർ പറഞ്ഞ ധൈര്യ അതിന് ചെയ്യത്. നമ്മുടെ രമണ മഹർഷി പറഞ്ഞില്ല, സുമ്മരി. ശരി, ഓക്കെ.